നിലമ്പൂർ അകമ്പാടത്ത് സോളാർ തൂക്കുവേലി തകർത്തെറിഞ്ഞ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മതിൽമൂല സ്വദേശി നാലകത്ത് സിദ്ദിഖിന്റെ കൃഷിയിടത്തിലാണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായത്. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞുനോക്കുന്നില്ല എന്നാണ് പരാതിയുയരുന്നത്. സിദ്ദിഖിന്റെ കൃഷിയിടത്തിലെ 100-ലേറെ നേന്ത്രവാഴകൾ, 200-ലേറെ കപ്പകൾ, 100ഓളം പൈനാപ്പിൾ, 12 കമുങ്ങുകൾ എന്നിവയാണ് നശിപ്പിച്ചത്. സോളാർ വൈദ്യുത തൂക്കുവേലിക്ക് മുകളിലേക്ക് മരങ്ങൾ ചവിട്ടിമറിച്ചിട്ട ശേഷമാണ് കൃഷിയിടത്തിലേക്ക് കാട്ടാന എത്തിയത്. കാട്ടാന കൃഷി നശിപ്പിച്ച വിവരം ചാലിയാർ പഞ്ചായത്ത് അധികൃതരെ വിളിച്ചറിയിച്ചെങ്കിലും ആളുകളെ അപായപ്പെടുത്തിയാൽ ഇടപെടാമെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് സിദ്ദിഖ് പറയുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രി കാട്ടാന വന്ന 3 ആന ഉണ്ടായിരുന്നു. ആന വന്നിട്ട് ഇത് കംപ്ലീറ്റ് അവിടെ തൂക്ക് ഫെൻസിങ് ഇട്ടിരുന്നു. അതിൽ വലിയ ഒരു 8-10 കവുങ്ങ് തള്ളിയിട്ട് അത് എത്തില്ല. എന്നിട്ട് വലിയൊരു മരം ഉണ്ടായിരുന്നു, അത് കുത്തി മറിച്ചതിൻ്റെ അകത്ത് പോയി. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഞാൻ പലരോടും പരാതി പറയുന്നുണ്ട്, ഫോറസ്റ്റുകാരോട് പറയുന്നുണ്ട്, എല്ലാവരോടും കൃഷി വകുപ്പിനോട് പറഞ്ഞു. ഫോറസ്റ്റുകാർ ഈ നേരം വരെ എത്തിയിട്ടില്ല. ഇന്നും പറഞ്ഞിരുന്നു, ഞാൻ രാവിലെ വിളിച്ച്. ഇപ്പോൾ ഞാൻ 5 മണിക്ക് വരുമ്പോൾ ആന ഇതിലുണ്ട്. ഞാൻ കണ്ടിട്ട് ലൈറ്റ് അടിച്ചിട്ട് ആന പോയത്. കാട്ടാന ചാലിയാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വീടുകളുടെ മതിലുകൾ തകർക്കുകയും കൃഷി നശിപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്യുമ്പോഴും ഒരു യോഗം പോലും വിളിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും വിമർശനമുയരുന്നുണ്ട്. നിലമ്പൂർ മേഖലയിൽ കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശമായി ചാലിയാർ ഇതിനോടകം മാറിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ മണ്ഡലമായ ഏറനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ് ചാലിയാർ പഞ്ചായത്ത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 7 തവണയാണ് സിദ്ദിഖിന്റെ കൃഷിയിടത്തിൽ കാട്ടാന നാശം വിതയ്ക്കുന്നത്. 10 ഏക്കർ കൃഷിയിടത്ത് ഇനി അവശേഷിക്കുന്നത് ഏതാനും വാഴകളും കപ്പകളും മാത്രമാണ്. സോളാർ വൈദ്യുത തൂക്കുവേലികളും ആനകൾ തകർത്തു തുടങ്ങിയതോടെ കർഷകർ ഭീതിയിലാണ്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.